ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻടോക്സിക്കേഷൻ ആസ് എ ജനറൽ എക്സെപ്ഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 85 ആൻഡ് 86 ഓഫ് ഇന്ത്യൻ പീനൽ കോഡാണ് ഇൻടോക്സിക്കേഷനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷൻസ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. സെക്ഷൻ 85 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഹരി പദാർത്ഥങ്ങളോ അതല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഇൻടോക്സിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ വില്ലിന് എഗെയിൻസ്റ്റ് അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അറിവില്ലാണ്ട് ആയിരിക്കണം അയാളുടെ ശരീരത്തിലോട്ട് ഈ പദാർത്ഥങ്ങൾ എത്തിയിട്ടുണ്ടാവുക. സോ ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ വില്ലിന് എഗെയിൻസ്റ്റ് അതല്ലെങ്കിൽ ഒരു വ്യക്തി അറിയാണ്ട് ആയിരിക്കണം അയാളുടെ ശരീരത്തിലോട്ട് ഈ പദാർത്ഥങ്ങൾ എത്തിയിട്ടുണ്ടാവേണ്ടത്. സോ ഈ സെക്ഷൻ 85-ൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തു. ആൻഡ് ആ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ആൽക്കഹോളിൻ്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ലഹരി പദാർത്ഥത്തിൻ്റെ അടിമയായിരിക്കണം. അതല്ലെങ്കിൽ ആ ഒരു പദാർത്ഥങ്ങൾ അയാളുടെ ഉള്ളിൽ ചെന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അയാൾ ഈ ആക്ട് കമ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ സാധനങ്ങൾ, അതായത് ഈ ആൽക്കഹോളിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഡ്രഗിൻ്റെയും ഇൻഫ്ലുവൻസ് കാരണം കൊണ്ട് തന്നെ ഈ വ്യക്തി ചെയ്യുന്ന ആക്ടിൻ്റെ നേച്ചർ എന്താണ് അതല്ലെങ്കിൽ ഈ ആക്ടിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ് എന്നുള്ളതും അയാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയും ആയിരിക്കണം. സോ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ വ്യക്തി കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ആക്ടിനെ ഒരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് സെക്ഷൻ 85-ൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സെക്ഷൻ 85-ൽ എക്സ്പ്രസ്ലി ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ട്. However, the thing due to which the offender became intoxicated must be administered to him without his knowledge or against his own will. അതായത് ഇയാളുടെ ശരീരത്തിലോട്ട് പ്രവേശിച്ചിട്ടുള്ള ഈ ഇൻടോക്സിക്കേറ്റഡ് സബ്സ്റ്റൻസസ്, അതായത് ആൽക്കഹോളോ അതല്ലെങ്കിൽ ഡ്രഗ്സോ ഇയാളുടെ വില്ലിന് അഗെയിൻസ്റ്റ് ആയിരിക്കണം ഇയാളുടെ ശരീരത്തിലോട്ട് എത്തിയിട്ടുണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ ഇയാൾക്ക് അറിവുണ്ടാവരുത് താൻ കൺസ്യൂം ചെയ്യുന്നത് ഈ സംഭവമാണ്, അതല്ലെങ്കിൽ തൻ്റെ ശരീരത്തിലോട്ട് ഈ ആൽക്കഹോൾ അതല്ലെങ്കിൽ ഡ്രഗ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇയാൾ അറിഞ്ഞിട്ടുണ്ടാവരുത്. എങ്കിൽ മാത്രമാണ് ഇയാൾക്ക് ഇൻടോക്സിക്കേഷൻ എന്നുള്ള എക്സെപ്ഷൻ ക്ലെയിം ചെയ്തുകൊണ്ട് ഈ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയുള്ളൂ. സോ ഒരു വ്യക്തി ഇൻവോളണ്ടറിലി ഇൻടോക്സിക്കേറ്റഡ് ആയി ആൻഡ് ആ ഒരു ഇൻടോക്സിക്കേഷൻ്റെ ഭാഗമായിട്ട് അയാൾ ഒരു പെർട്ടിക്കുലർ ആക്ട് ചെയ്തു. അയാൾക്ക് ആ ആക്ടിൻ്റെ നേച്ചർ എന്താ, ആഫ്റ്റർ എഫക്ട്സ് എന്താ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. സോ അങ്ങനെ ചെയ്യുന്ന ആക്ട്സ് ഒരു ഒഫൻസ് ആണെങ്കിൽ പോലും അത് ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ്റെ അണ്ടറിൽ ചെയ്തത് കാരണം സച്ച് ആക്ട്സിനെ നമ്മൾ ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് സെക്ഷൻ 85 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ സെക്ഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എ എന്നുള്ള ഒരു വ്യക്തി ജ്യൂസ് ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ എ എന്നുള്ള വ്യക്തിയുടെ ജ്യൂസിൽ എ അറിയാണ്ട് ബി എന്നുള്ള വ്യക്തി കുറച്ച് ആൽക്കഹോൾ മിക്സ് ചെയ്തു. സോ എ എന്ത് ചെയ്തു? ഈ കാര്യമൊന്നും അറിയാണ്ട് ആ ജ്യൂസ് എടുത്ത് കുടിച്ചു. സോ ഈ ഒരു ലഹരി പദാർത്ഥത്തിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം എ എന്ത് ചെയ്തു? ഒന്നും താൻ ചെയ്യുന്ന ആക്ടിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് എന്നൊന്നും അറിയാണ്ട് അവിടെ ഉണ്ടായിരുന്ന വേറൊരു വ്യക്തിയുടെ പേഴ്സ് എടുത്തുകൊണ്ട് എയുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. സോ ഈ ഒരു സന്ദർഭത്തിൽ എയുടെ ആക്ടിനെ നമുക്ക് ഒരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അയാൾ ഇൻവോളണ്ടറിലി ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു. സോ അതിൻ്റെ ഇൻഫ്ലുവൻസ് മൂലമാണ് അയാൾ വേറൊരു വ്യക്തിയുടെ പേഴ്സ് എടുത്തിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സെക്ഷൻ 86 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് വോളണ്ടറി ഇൻടോക്സിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് സ്വമേധയാൽ ഒരു വ്യക്തി ഇൻടോക്സിക്കേറ്റഡ് ആകുന്നതിനെ കുറിച്ചിട്ടാണ് ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ ചില ക്ലാസസ് ഓഫ് ഒഫൻസസ് ഉണ്ട്. അതായത് അൺലെസ് ഇറ്റ് ഈസ് ഡൺ വിത്ത് നോളജ് ഓർ ഇൻറ്റൻഷൻ, അങ്ങനെയുള്ള ആക്ട്സിനെ നമ്മൾ ഒഫൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ആക്ട്
നോളജോടുകൂടിയും ഇൻറ്റൻഷനോടുകൂടിയും ചെയ്താൽ മാത്രമാണ് അതിനെ നമ്മൾ ഒഫൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ട്സിനെ ഒഫൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. സോ ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, in a state of intoxication, then he will be held liable to be dealt in the same way as he would be liable if he had not been intoxicated. സോ ഒരു വ്യക്തി ഇൻടോക്സിക്കേഷൻ്റെ അണ്ടറിൽ, അതായത് ലഹരി പദാർത്ഥങ്ങളോ അതല്ലെങ്കിൽ ആൽക്കഹോളോ സ്വമേധയാൽ കൺസ്യൂം ചെയ്തതിൻ്റെ പുറത്ത് ഒരു വ്യക്തി ഈ ആക്ടുകളൊക്കെ കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അയാൾ ഇൻടോക്സിക്കേറ്റഡ് അല്ലെങ്കിൽ, അതായത് അയാൾ കള്ള് കുടിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾ ലഹരി പദാർത്ഥം കൺസ്യൂം ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ അയാൾ ഈ പെർട്ടിക്കുലർ ആക്ട് ചെയ്താൽ അയാളെ നമ്മൾ ഏത് രീതിയിലാണ് ഡീല് ചെയ്യുക, അതേ സെയിം രീതിയിൽ തന്നെ ആയിരിക്കും അയാൾ ഇതൊക്കെ ഒറ്റയ്ക്ക് കൺസ്യൂം ചെയ്തിട്ട് ഈ പ്രവൃത്തി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വ്യക്തി ഇൻടോക്സിക്കേഷൻ്റെ പുറത്ത് ഈ പറഞ്ഞ ആക്ടുകളൊക്കെ കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഇൻടോക്സിക്കേറ്റഡ് അല്ലാത്ത പക്ഷം അയാളെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, അതല്ലെങ്കിൽ അയാളുടെ മേത്ത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കേസ് ചാർജ് ചെയ്യാൻ പോകുന്നത്, സെയിം രീതിയിൽ തന്നെ ആയിരിക്കും അയാൾ സ്വമേധയാ ഈ സംഭവങ്ങളൊക്കെ കൺസ്യൂം ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് ചെയ്താൽ നമ്മൾ ലോൻ്റെ അണ്ടറിൽ ചെയ്യുക എന്നാണ് സെക്ഷൻ 86 പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അയാൾ സ്വമേധയാലായിരിക്കണം ഈ ആൽക്കഹോളോ അതല്ലെങ്കിൽ ഈ ഡ്രഗ്സ് ഒക്കെ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതല്ലാത്ത പക്ഷം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ വില്ലിന് എഗെയിൻസ്റ്റ് ആണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ കൺസ്യൂം ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. അതായത് എ എന്നുള്ള വ്യക്തിയുടെ കയ്യിൽ 2 കുപ്പി ഉണ്ടായിരുന്നു. അതിലൊരു കുപ്പിയിൽ പോയ്സണും മറ്റു കുപ്പിയിൽ മരുന്നുമായിരുന്നു. സോ ഇയാൾ എന്ത് ചെയ്തു, മിസ്റ്റേക്കൻലി അയാളുടെ കുട്ടിക്ക് ഒരു സിപ്പ് പോയ്സൺ അങ്ങ് ഡ്രങ്കൺ സ്റ്റേജിൽ കൊടുത്തു. അതായത് അയാൾ ഓൾറെഡി കള്ളു കുടിച്ചിരിക്കുകയായിരുന്നു. സോ ആ ഒരു സ്റ്റേജിൽ അയാൾ എന്ത് ചെയ്തു, ഒരു സിപ്പ് വിഷം എടുത്തിട്ട് കുട്ടിക്ക് കൊടുത്തു. ഈ വിഷം കൊടുത്തതോട് കൂടിയിട്ട് ഈ കുട്ടി മരിച്ചു. സോ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എ എന്നുള്ള വ്യക്തിക്ക് ഇൻടോക്സിക്കേഷൻ എന്നുള്ള ഒരു ഡിഫൻസ് ക്ലെയിം ചെയ്തുകൊണ്ട് അയാളുടെ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം എന്താണ്, അയാൾ സ്വമേധയാൽ കുടിച്ചതാണ് ഈ കള്ള്, വേറെ ആരും നിർബന്ധിച്ച് കൊടുത്തതല്ല. സോ അതുകൊണ്ട് തന്നെ അയാൾ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്നുള്ള പ്രൊവിഷൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ അയാൾ ശിക്ഷിക്കപ്പെടും. കാരണം അയാൾ ഭയങ്കരമായിട്ട് നെഗ്ലിജൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തതുകൊണ്ടാണ് ആ കുട്ടി മരണപ്പെട്ടത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.